പിണറായി വിജയന്റെ 1-ാം നമ്പർ കാറിൽ ആ സൈഡിൽ ഈ വർഗീയവാദിനേറ്റ് പിണറായി വിജയൻ ഇങ്ങനെ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പിണറായി എന്ന് പറഞ്ഞ പാവപ്പെട്ട കുട്ടി ഒരു സെൽഫി എടുക്കാൻ നേരത്തെ ആ കൈ തട്ടണോടാ. ഒരു അമ്മ വയസ്സൊരു അമ്മ ഒരു അപേക്ഷ കൊടുക്കാൻ നേരത്തെ തല്ലി മാറ്റി പിണറായി വിജയന്റെ അടുത്ത് ഒരു സെൽഫി എടുക്കാൻ ഈ മറ്റേ എന്താ നമുക്ക് പറയാ, ഈ നാട്ടിലെ ഏതെങ്കിലും സഖാവിന് കയ്യോ എന്താണ് കഴിയാത്ത എന്നാണ് ഈ പാണക്കാട് സാധിക്കാൻ സേവനങ്ങൾ നടത്തി നിങ്ങൾ കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്തോളി. അങ്ങനത്തെ പിണറായി വിജയനാ ഈ വെള്ളാപ്പള്ളിയിലേക്ക് ഇങ്ങനെ നടക്കണേ. അതിനെന്താ വെള്ളാപ്പള്ളി ആരാ? CPM നേതാവാ അല്ലല്ലോ. ഇനിയും CPM അധികാരത്തിൽ വരാൻ ഇല്ല അജണ്ട. എന്തിനു പറഞ്ഞു നമ്മളെ വയറ്റിൽ നടക്കണില്ല CPM. നമ്മളെ വലപ്പ് കൂടാൻ വേണ്ടി CPM എത്ര ചർച്ചകളും എത്ര ആളുകളെ വിട്ടിട്ടുണ്ട്. നമ്മൾ തയ്യാറാകാനിട്ടല്ലേ പിണറായി വിജയൻ ഇനിയും കേരളം ഭരിക്കണം. കാരണം എന്താ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ അധികാര കൊതിന അധികാരമാണ് പ്രശ്നം, വേറല്ല. അങ്ങനെ അധികാരത്തിൽ തമർത്താടുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആഭ്യന്തരത്തിന്റെ സ്ഥിതി, ആഭ്യന്തരം മുഴുവൻ RSSന്റെ കൈകളിലല്ലേ. ഓരോ ഞങ്ങളെന്താ പറഞ്ഞേ, തൃശ്ശൂർ ജില്ലാ സമ്മേളനം, CPMന്റെ ജില്ലാ സമ്മേളനം, CPIന്റെ ജില്ലാ സമ്മേളനത്തിലൊക്കെ എന്താ പറഞ്ഞേ, RSSന്റെ കൈകളിലാണ് ഇനി കേരളത്തിലെ ആഭ്യന്തരം. ഞങ്ങളല്ല പറഞ്ഞേ, CPMന്റെ CPIയുടെ സഖാക്കൾ പറയാ. പത്തനംതിട്ടയിലെ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ലോക്കൽ സെക്രട്ടറി അത് പോയി പറഞ്ഞാൽ 2 അടി യാസ്റ്റ് കിട്ടും. ആരോട്? പോലീസിനോട് എന്ന് പറഞ്ഞത് ആരാ? ഇവരാ പറഞ്ഞേ. പിന്നെന്താ നമ്മളങ്ങനെ കുറ്റം പറയും മുസ്ലിം ലീഗിനെ, KT ജലീലായാലും ഒക്കെ. നോക്കിങ്ങള് ആ KT ജലീൽ ഇറപ്പമൊന്നും വേറെ പണിയില്ല. നമ്മളെങ്ങനെ എന്താ എടാ ആ പാവ അൻവർ നോക്കിങ്ങൾ. അൻവർ നമ്മളും അടുത്ത ആളെന്നല്ലോ. അൻവറിനെ മൂച്ചിപ്പ കയറ്റിയാരാ? KT ജലീലാണ്. KT ജലീൽ കാലാട്ട് റസാഖൊക്കെ പറഞ്ഞ് ഞങ്ങളുണ്ട് വെറ്റലാറ്. അതിന് KT ജലീലിനുള്ള പ്രശ്നം എന്താ? ഇനി കേട്ടോളി. KT ജലീലിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ അബ്ദുറഹ്മാന് ഈ കാരാട്ട് അൻവറൊക്കെ പാടെ വന്നപ്പോ KT ജലീലിന് പഴയ മാറ്റിയുള്ള സുഖം CPMന് കിട്ടുന്നില്ല. അപ്പൊ ഈ പാവങ്ങളെ നിന്ന് പുറത്താക്കണം, ഒഴിവാക്കും. അതിന് അൻവറിനോട് പറഞ്ഞാൽ കണ്ണൂരിലെ സഖാക്കൾക്ക് വരെ ബന്ധമുണ്ട്. കാരണം എന്താ, ഞാൻ അതിലുള്ള ഒരു പഴയകാലം എല്ലാ നിലക്കും പ്രവർത്തിച്ച ആളെന്ന് നിലയ്ക്ക് അതിൻ്റെ ഓരോരോ നമുക്ക് ഇങ്ങനെ ഓടുമല്ലോ, ഓരോരുത്തരായിട്ട് വിളിച്ചിട്ടുണ്ടാവില്ലോ, നമുക്ക് ഓടുക. കാരണം CPMല് അതിന്റെ ഉള്ളിൽ നിന്ന് ഉൾപ്പാർട്ടി ജനാധിപത്യത്തിൽ പറയാൻ പേരുള്ള കാര്യം ഈ പാവം തന്നെ. ഈ പാവത്തിന് ഒന്നും അറിയില്ല അൻവർ, അത് വേറെ ഭ്രാന്തന. അതിനെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച അങ്ങനെ KT ജലീൽ ഒരു ദിവസം പറഞ്ഞെത്തി, ഞാൻ മത്സരിച്ചില്ല, മത്സരിച്ചാത്തവൻ എന്താ പേടിച്ചെങ്കിൽ ഞാൻ നിന്റെ കുട്ടിനെ തൊട്ടിലാക്കിട്ട് ഇങ്ങനെ കടന്നോളാം. KT ജലീൽ പറയാ, ഞാൻ 4 മണിക്ക് പത്രസമ്മേളനം നടത്തും. മത്സരിച്ചാത്തവൻ എന്ത് പേടിയാ? മത്സരിച്ചാത്തവൻ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോ അൻവർ എന്ത് വിചാരിച്ചു, ഓ നാളെ മുതൽ എന്റെ ഒരാൾ കൂടി ഉണ്ട്, MLA കൂടി ഉണ്ടേച്ചിട്ട് ഇപ്പൊ 4 മണിക്ക് പത്രസമ്മേളനം വിളിച്ചത് അൻവർ 2:30 മണിക്ക് വിളിച്ചിട്ടാണ് പകലുണ്ട്. ആ പാവം. അപ്പൊ 4:30 മണിക്ക് എന്തായി? ഒന്നുകൂടി പിണറായിനെ പറഞ്ഞല്ലോ, ഇനി അൻവറായിട്ട് അടുക്കൂല നോക്കി KT ജലീലാക്കി എനിക്കൊന്നും പറയാനില്ല. നോക്കിങ്ങള് ആ മൈൻഡ് മനസ്സിനെ പറ്റിച്ചല്ലേ. എന്നിട്ട് ആ വലിയ ആളായി ഇങ്ങനെ നടക്കും. ഞാൻ സത്യം പറഞ്ഞ ഇത്തരം വൃത്തികെട്ടം കേരള രാഷ്ട്രീയത്തിൽ KT ജലീലിനെ പോലെ ഉണ്ടാവില്ല. KT ജലീൽ എന്താ മാർക്സിസ്റ്റ് പാർട്ടിനെ പറ്റിയ KT ജലീലിന്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ കിടക്കാനല്ലോ. CPIMന്റെ ഏറ്റവും വലിയ ചെറിയൊരു ഘടക ഏത് ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സഖാക്കൾക്ക് അറിയാം. ആ ബ്രാഞ്ച് സമ്മേളനത്തിൽ KT ജലീലിന് പങ്കെടുക്കാൻ പറ്റൂല. അതിന്റെ ഉള്ളിൽ പോയി പറഞ്ഞോ പാർട്ടിന്റെ കാര്യം. KT ജലീൽ എങ്ങനെയായിരുന്നു മാറിയത്, പിന്മാറിയത്? ഞാനത് അച്ഛക്ക് പറഞ്ഞു. ഇവിടെ KT ജലീലിന്റെ വീട്ടിൽ ജോൺ ബ്രിട്ടാസ് വന്നതാ. രാജ്യസഭ MP സ്ഥാനം ഓഫർ ചെയ്തതാ. അങ്ങനെയാണ് KT ജലീൽ അതിന് മാറിയത്. ഇതൊന്നും ഞാൻ വെറുതെ വരില്ല, ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടേ. അങ്ങനെയാണ് KT ജലീൽ അതിന് മാറുന്നത്. പിന്നെ KT ജലീൽ നമുക്കെതിരെ ഉന്നയിച്ചേട്ടാ ഈ തന്നെ ഇവിടെ നിങ്ങളും വല്ല പ്രസംഗാക്കാത്തോണ്ടാ ഇവനും വരില്ല. വയനാട്ടില് നമ്മൾ ഭൂമി കിട്ടിയില്ലേ, ആ ഭൂമി എന്തായി? പാണക്കാട് തങ്ങളെ പേരിലല്ലേ ഇവർ ചോദിച്ച. ഏതോ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാ. ആ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് പാവപ്പെട്ട വയനാട്ടിൽ
കേരളം കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള പ്രളയം. ആ പ്രളയത്തിലുള്ള ആളുകളെ സഹായിക്കാൻ പറഞ്ഞപ്പോ 75% മുസ്ലിം ലീഗിന്റെ ആളുകളെ പൈസയുടെ 25% ആളുകൾ മറ്റാളുകൾ മുഖ്യമന്ത്രിയുടെ അതിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അത് എത്തേണ്ടടുത്ത് എത്തൂല. സാജൻ സക്രിയാനെ പോലത്തെ ആളുകൾ മുസ്ലിം ലീഗാണ് എത്തേണ്ടടുത്ത് എത്തിക്കാന്നുള്ളവർക്ക് നമ്മക്ക് തരിക പൈസ. ചിന്തിച്ചു നോക്കി. എന്നിട്ട് ആ പൈസ നമ്മൾ എന്താ കാട്ടിയേ? അവിടെ വലിയൊരു യോഗം കൂടി നമ്മൾ ഈ കമ്മിറ്റി 691 കുടുംബങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടതാ. ഇവിടെ പ്രസംഗിച്ച CPM സഖാക്കളൊക്കെ കേട്ടോ. 691 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു അങ്ങാടി ഇതേപോലെ സ്റ്റേജ് കെട്ടി പൊതിയോളം കെട്ടി 15,000 ഉറുപ്പിക പോലെ വിതരണം നടത്തുക. ഒരു സർക്കാരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കി. 15,000 ഉറുപ്പിക 691 കുടുംബങ്ങൾക്ക് 4 ജീപ്പ് നഷ്ടപ്പെട്ടിനി. പാവപ്പെട്ട ആളുകളെ ഉപജീവനം നടത്തുന്ന അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് 4 പുതിയ ജീപ്പിന്റെ താക്കോലും നിർത്തി സാത്താക്കി കൊടുക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷ, ബൈക്ക്, പാലൊക്കെ കൊണ്ടുപോയി ബൈക്കുമ്പോ പോയി ആളുകൾക്ക് ബൈക്ക് എടുത്തു കൊടുക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയാ അല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ, ഒരു സർക്കാരല്ലല്ലോ, കേരളം ഭരിക്കുന്ന സർക്കാരല്ല, ഒരു ചെറിയൊരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ സേവന. എന്നിട്ട് അതിനെ പുച്ഛിച്ച് തല്ല. പിന്നെന്താ പറഞ്ഞോ, നമ്മൾ വീട് തുറക്കണേ ആരാ പേരില? സാധിക്കൽ തങ്ങളുടെ പേരിലാണ്. ആ പിന്നെ കണ്ട തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ജലീലൊക്കെ പറയും അവിടെ പ്രസംഗിച്ചാൽ പോലെ എല്ലായിടത്തും പറഞ്ഞതാ. ആ 691 കുടുംബങ്ങളെ 11 ഏക്കർ സ്ഥലം സാധിക്കൽ തങ്ങളുടെ പേരിലാണ്. എടാ മൊന്തളെ, അതിലൊരു 10 15 വീടിന്റെ സ്ഥലം നിങ്ങളെപ്പോലത്തെ ഏതെങ്കിലും കുതിരകളെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവെക്കാൻ പറ്റുമോ? ഒരു തടസ്സപ്പെടുത്തൂലേ? ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമാണ്ടേ? നമ്മൾ ആരെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്താൽ നമ്മൾ എന്നിട്ട് എന്താ കൊടുക്കും നോക്കിയാ പറവലി. പിന്നെ ജലീൽ എന്താ പറഞ്ഞേ? ഈ 691 കുടുംബങ്ങൾ, ഈ 105 കുടുംബങ്ങളിടയിൽ ആകെ 10 വീടൊക്കെ ഹൈന്ദവ സഹോദരന്മാരുണ്ടാവുള്ളൂ. ഓർക്ക് നിൽക്കാൻ പറ്റുമോ? അവിടെ പള്ളി ഉണ്ടാവില്ല, മദ്രസ ഉണ്ടാവില്ല. ഇതെന്നെല്ലാം RSS പറഞ്ഞേ. RSS എന്താ പറഞ്ഞ? വെള്ളാപ്പള്ളി എന്താ പറഞ്ഞേ? അതാണ് അൻവർ പറഞ്ഞേ. മലപ്പുറത്തെ വെള്ളാപ്പള്ളിയാണ് ആര്? ഈ ജലീൽ. ആരെന്താ ഈ കുടുംബങ്ങൾക്ക്, നമ്മളെ 105 കുടുംബങ്ങളിടയിൽ ഒരു 10 കുടുംബം ഹൈന്ദവ സഹോദരന്മാർ താമസിച്ചാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും സംഭവിക്കുക? എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുക? ജലീല് പറയാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നാ CPM അവിടെ വീട് തുറക്കണ എത്ര? 30 ലക്ഷം ഉറുപ്പിക. നമ്മളെ പല ആളുകളെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് വീട് തുറക്കണ ചർച്ചയ്ക്ക് 30 ലക്ഷം ഉറുപ്പിക ഊരാളിംഗം സൊസൈറ്റി. ഈ ഊരാളിംഗം സൊസൈറ്റി എന്ന് പറഞ്ഞ ആരാ? CPMന്റെ അധീനതയിലുള്ള സഹകരണ സൊസൈറ്റിയാ. ഒരു 30 ലക്ഷം ഉറുപ്പിക വീട് തുറക്കാം. നിങ്ങൾ എന്ത് ചോദിക്കി? തോക്ക് കൊടുക്കണം. ഇവിടെ ലൈഫ് മിഷനിൽ ഒരു വീട് സർക്കാർ ഇട്ട് കൊടുക്കുന്നവർക്ക് എത്ര കൊടുക്കണേ? എത്ര കൊടുക്കണേ അറിയോ? 4 ലക്ഷം ഉറുപ്പിക കൊടുക്കണേ. എന്നിട്ട് നമ്മൾ വീട് തുറക്കണ്ടമ്മേ വെറും 18-20 ലക്ഷം ഉറുപ്പിക വരുള്ളൂ. ഊരാളിംഗം സൊസൈറ്റി അവിടുള്ള ആളുകൾക്ക് വീട് തുറക്കണ എത്ര? നിങ്ങൾ ചിന്തിച്ചോളി. 30 ലക്ഷം ഉറുപ്പിക ബാക്കി എടുക്കാൻ പോരെ. നിങ്ങൾ ചിന്തിക്കേണ്ടതാ. പിണറായി വിജയൻ കണക്ക് വെച്ചല്ല. പിണറായി വിജയൻ കണക്ക് വെച്ചതെന്താ? നമ്മളിൽ നിന്ന് 760 കോടി ഉറുപ്പിക പിരിച്ചത് 450 കുടുംബങ്ങൾക്ക് ഓരോ കോടി ഉറുപ്പിക കൊടുക്കാച്ചാൽ 450 കോടി ഉറുപ്പികയുള്ളൂ. എന്നിട്ട് പിണറായി വിജയൻ കണക്ക് വെച്ചതെത്താ? അവിടെ ആ പ്രളയത്തിന്റെ സമയത്ത് JCBക്ക് 10 കോടി. എത്ര JCB വാങ്ങണോ? 10 കോടി ഉറുപ്പിക വാടക. കബറ് കളക്കാൻ 2 കോടി. നോക്കിക്കളി. നമ്മളെ വൈറ്റുകാടും എല്ലാവരും DYFI കളച്ച ഒരു കബറക്കാരില്ല. ഒരു ഈ വെൽപ്പുള്ള കബറ അവർ 10 ആൾക്കൊക്കെ കടക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പോയി ചെറുതാക്കുക. നമുക്ക് ഡബിള് പണിയാ. ആ DYFI ആണ് ഈ മരിച്ചോളെ കുറിച്ചുള്ള കബറക്കാൻ പോയി കണ്ടമാനം കളിക്കണ്ടേ? അപ്പൊ DYFI വലിയ കുയ്യാ ചങ്ങന്മാർക്ക് വല്ല തിരിയ. ഇന്നത്തെ അതിന് പൈസ എത്തിക്ക പിണറായി. എത്ര പൈസ തരും? അതിന് 2 കോടി. ഭക്ഷണം വൈറ്റുകാരന്റെ ഭക്ഷണം അവിടെ കൊടുക്കാൻ മുമ്പേ. പിന്നെ
സന്നദ്ധ സംഘടനകൾ അതിന് കോടിക്കണക്കിന് ഉറുപ്പ്യ, ടോറസ്, JCB ഇതിനൊക്കെ കോടിക്കണക്കിന് ഉറുപ്പ്യ ആര് ചെലവഴിച്ചിക്ക? ഇവര് ചെലവഴിച്ചിക്ക. നോക്കിങ്ങൾ ഇങ്ങനത്തെ മുതൽ തിന്നുന്ന ആളുകളാ. ഓളാ മുസ്ലിം ലീഗിനെ പറഞ്ഞത്. പിന്നെ KT ജലീൽ പറഞ്ഞത് വർത്താനം കേട്ടി നിങ്ങൾ? എന്താ KT ജലീൽ പറഞ്ഞത്? KT ജലീലിന്റെ ഇവിടെ പറഞ്ഞല്ലോ എന്ത് നമ്മളെ എല്ലാത്തിനും അഴിമതി പറഞ്ഞു. അഴിമതി പറഞ്ഞിട്ട് ഒന്നിനും അഴിമതി കണ്ടെത്തുന്നില്ല. കത്തുബ ഫണ്ട് പറഞ്ഞു ഫിറോസിനെതിരെ, അതുപോലെ തന്നെ ഓരോന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് പറഞ്ഞെന്തായോ, കായികമില്ലത്ത് സെന്ററിൽ CHന്റെ പേരിൽ റൂമുണ്ടോ ചോദിക്കുക. KT ജലീൽ CHന്റെ പേരിൽ ഒരു ബാത്റൂമിംഗ് ഉണ്ടോ എന്ന് കേട്ടില്ലെങ്കിൽ ചോദിച്ചാൽ ഒരു ബാത്റൂമിംഗ് ഉണ്ടോ? എടാ CHന്റെ പേര് ബാത്റൂമിൽ ഇടണ. അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടക്കാരെ പേരിട്ടാള അതിനൊക്കെ ബാത്റൂമിനൊക്കെ. CH എന്ന് പറഞ്ഞ ആരാ? CHന്റെ പേരിലല്ലേ ഈ കോടിക്കണക്കിന് ഉൾപ്പെടെ ആസ്തി ഈ രാജ്യത്ത് മുഴുവൻ നടക്കുന്നത്. കോഴിക്കോട് CH സെന്ററിൽ പോയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസം ഭക്ഷണം കൊടുക്കുക, സുബൈക്ക് പോയിട്ടുണ്ട് കഞ്ഞി കൊടുക്കുക. നിങ്ങളെ തിരൂരിന്റെ അതുപോലെ മംഗള, പെരിന്തൽമണ്ണ, മഞ്ചേരി എവിടൊക്കെ CH സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം CH സെന്റർ കോടിക്കണക്കിന് ഉൾപ്പെടെ വലിയ ബിൽഡിംഗ്. RCC റീജിയണൽ ക്യാൻസർ സെന്ററിനെ ഹോസ്പിറ്റലിനെ മറികടന്നിട്ടുള്ള വലിയ ബിൽഡിംഗ് CH സെന്റർ. അതൊന്നും പോരെ. എന്നിട്ട് ബാത്റൂമിലിട്ടാൻ ഞങ്ങളെ KT ജലീലിനോട് പറയാനെന്താ, ഞങ്ങൾ കുറെ ആടും കൂടി പറഞ്ഞിട്ടുണ്ട്. ആട്ടും കൂടി അതിൽ KT ജലീലിന്റെ പേര് പോണം. അതാണല്ലേ എന്തെങ്കിലും പറയാ. ഓരോരുത്തരും മുസ്ലിം ലീഗിനെ പറയാൻ കഴിഞ്ഞിട്ട് ഈ ജാതി ഭർത്താനെ പറയാ. ഫിറോസിന്റെ സ്വത്ത് വിവരം നിങ്ങൾ നോക്കിങ്ങൾ. ഞാനും വീഡിയോ ഇറക്കിയത് ഫിറോസിന്റെ സ്വത്ത് വിവരം ചോദിക്കാൻ ഇവർക്ക് എന്ത് യോഗ്യതകളുണ്ട് ആലോചിച്ച് നോക്കി. CPM എന്ന് പറഞ്ഞ കാറ്റോളികൾ ഒരു ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അത് ചിലപ്പോ കോളായിട്ട് അറിയില്ല. ഇവർക്കൊരു ശമ്പളം ഉണ്ടാവും. MP ഗോവിന്ദനും ശമ്പളം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയോടത്തോളം 30,000 നാട്ടിട്ടുണ്ടാവില്ല. എല്ലാ മാസവും ശമ്പളം ഉണ്ടാവും. ഫുൾ ടൈം ഏരിയ സെക്രട്ടറിമാർ മുതൽ മേപ്പത്തി അങ്ങനെ അങ്ങനെ വളർന്നു വന്ന പിണറായി വിജയൻ, ഈ പിണറായി വിജയൻ എന്ത് ജോലിക്കാണോ പോയി പറഞ്ഞേരി. പിണറായി വിജയൻ എടുത്തൊരു ജോലി പറഞ്ഞേരി. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ അച്ഛന്റെ സ്വത്ത് വഹിച്ചിട്ട് ഇയാൾക്ക് കിട്ടിയ കോടിക്കണക്കിന് ഉറുപ്പിക എത്രയെന്ന് പറഞ്ഞേരി. ആരെ മക്കളാ CPMന്റെ നേതാക്കന്മാരൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരല്ലേ? അവിടെ വേണ്ടി കട്ടിലോട്ടിലും ഒളിവിൽ താമസിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തി വന്ന ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ ഈ കോടീശ്വരന്മാരായതും മക്കളെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പഠിപ്പിച്ച് വലിയ വലിയ ആളുകളാക്കിയത് എങ്ങനെയാന്ന് പരിശോധിച്ച്. അതാ ഞങ്ങൾക്ക് പറയാനല്ലേ. ഇന്നത്തെ തരി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ സ്വത്ത്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കോടിക്കണക്കിന് ഉറുപ്പിക സമ്പാദിച്ച് CD സാഹിബ് ആരാ? ഞാൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ പ്രസംഗിക്കുമ്പോ കേട്ടത് CD സാഹിബ് എന്ന് പറഞ്ഞാൽ കോടീശ്വരനായി മരിക്കുമ്പോ പാവപ്പെട്ടവനായി മരിച്ച ആളെന്ന് ഞാൻ കേട്ട്. എങ്ങനെ ആയത്? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടല്ലേ? ഏതെങ്കിലും ഒരു കോടീശ്വരൻ CPMകാരൻ പാവപ്പെട്ടവരെ സേവിച്ച് പണക്കാരൻ ആയിട്ടുള്ള സഖാവി പാവപ്പെട്ടവനായി മരിച്ച ഒരു സഖാവിന്റെ പേര് പറയാൻ പറ്റുമോ? ഇന്ന് ആയിരക്കണക്കിന് പാവപ്പെട്ട ചെത്തുതൊഴിലാളിന്റെ മകനും അതുപോലെ കൂടുതലില്ലാത്ത ആളുകളുടെ മക്കളൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ കോടീശ്വരന്മാരായത് ഞങ്ങൾ പറഞ്ഞതാ. അതിൽപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ. ഇന്ന് ആരാ കോടീശ്വരനല്ലേ? കോടീശ്വരൻ നിങ്ങൾ ആലോചിച്ചു. ഓരോ നേതാക്കന്മാർക്ക് പരിശോധിച്ചോ. MP ഗോവിന്ദൻ ആരാ? MP ഗോവിന്ദന്റെ മകനാരാ? ഒക്കെ പരിശോധിച്ചാലേ. എന്നിട്ട് മതി മറ്റു പാർട്ടിയുടെ ആളുകളെ നേരെ തിരിഞ്ഞ്